കുറഞ്ഞ ചേരുവയിൽ ആവിയിൽ വേവിച്ചെടുത്ത നോമ്പുതുറ പലഹാരമായും ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തിയായൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം നന്നായി തിളച്ച് വരണം. ഇതേപോലെ വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിയ വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന പൊടിയില്ലേ, ആ പൊടിയാണിത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചെടുക്കൂലേ, അതേപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇതേപോലെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ചൂട് മാറാൻ വേണ്ടി 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ടാവും, എന്നാലും ഇളം ചൂടുണ്ടാവും. കയ്യിൽ കുറച്ച് വെള്ളം തടവി നന്നായി ഇത് ഒന്നുകൂടി കുഴച്ചെടുക്കണം. മാവിന് ചൂടുള്ളത് കൊണ്ടാണ് കയ്യിൽ കുറച്ച് വെള്ളം തടവുന്നത്. മാവ് നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുക്കണം. ഇതേപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതേപോലെ ഉരുളകളാക്കണമെന്ന് ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണ്ടെങ്കിലും ആക്കാം. കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഇത് ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഉരുളകൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അരിപ്പ പാത്രത്തിലേക്ക് ഒരില വെച്ച് വെളിച്ചെണ്ണ തടവുന്നുണ്ട്. ഇലയിൽ വെളിച്ചെണ്ണ തടവി ഇത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഇല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല മണം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രം വെച്ച് കൊടുക്കുക. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായി വെന്ത് വന്നു ഇത്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിന് വേണ്ടി ഇനി ഒരു മസാല ഉണ്ടാക്കാം. പാനിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1 സ്പൂൺ ചെറുപയർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുപയർ പരിപ്പിന് പകരം ഉഴുന്ന് വേണ്ടിക്കലും ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയത്ത് എരിവിന് വേണ്ടി 1 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സാമ്പാർ പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് മാറ്റി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഈ മസാല ഇതിലൊന്ന് മിക്സായി വന്നാൽ മതി. സാമ്പാർ പൊടിക്ക് പകരം ചിക്കൻ മസാല വേണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. മാഗി മസാല ഉണ്ടെങ്കിൽ അതായാലും മതി. ഏതായാലും ഏതെങ്കിലും ഒരു പൊടി മാത്രം മതി. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ള് കറുത്തതായാലും വെളുത്തതായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായി മിക്സായതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും നോമ്പുതുറ പലഹാരമായും കഴിക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.